സ്ത്രീകളെ വശീകരിക്കുന്ന സൈക്കോ അമ്മാവൻ കുഴിച്ചുമൂടിയത് എത്ര പേരെ? അമ്പലത്തിൽ പോയി വഴിപാട് നടത്തട്ടെന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് ദൈവം. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ മേലേശ്വര. ഞങ്ങൾക്ക് എൻ്റെ മകളൊന്നും എവിടെയെങ്കിലും ഉണ്ടെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ 100-ലധികം പേരെ കൊന്ന് കുഴിച്ചുമൂടിയതായുള്ള വെളിപ്പെടുത്തലും തുടർന്നുള്ള പരിശോധനകളും പുരോഗമിക്കുന്നതിനിടെ സമാനമായ വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്നത്. 2006-നും 2025-നും ഇടയിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ 4 സ്ത്രീകളിൽ 3 പേരുടെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്ന 68-കാരനിലേക്കാണ്. 2024 ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്കായുള്ള പോലീസിന്റെ അന്വേഷണമാണ് ഒടുക്കം സെബാസ്റ്റ്യനിൽ എത്തിയത്. ഇവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ ചെങ്ങന്തറ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ ഇവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് മറ്റു തിരോധാന കേസുകളും അന്വേഷണ സംഘം വീണ്ടും ചികിഞ്ഞു തുടങ്ങിയത്. 2024 ഡിസംബർ 23 മുതൽ ജൈനമ്മയെ കാണാതായി എന്നായിരുന്നു ഭർത്താവ് KM മാത്യുവിൻ്റെ പരാതി. ഇതേ ദിവസം മുതൽ ഡിസംബർ 25 വരെ പള്ളിപ്പുറത്തെ വീടിൻ്റെ ടവർ പരിധിയിൽ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിനുശേഷം ഓഫായ ജൈനമ്മയുടെ ഫോൺ ജനുവരി 5-ന് ഓണാകുമ്പോഴും സെബാസ്റ്റ്യൻ അതേ ടവർ പരിധിയിലായിരുന്നു. 2025 ജൂലൈ 19-ന് ഉച്ചയ്ക്ക് ഈരാറ്റുപേട്ട ടൗണിൽ നൈനാർ പള്ളിക്ക് സമീപമുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾ ജൈനമ്മയുടെ നമ്പറിൽ 99 രൂപയ്ക്ക് റീചാർജ് ചെയ്തിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ നഗരത്തിലെ സഹകരണ ബാങ്കിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലുമായി സ്വർണം പണയം വെക്കുകയും പിന്നീട് ഇവിടെ നിന്ന് എടുത്ത് വിൽക്കുകയും ചെയ്ത സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാണാതാകുമ്പോൾ ജൈനമ്മ ധരിച്ചിരുന്നതെന്ന് കരുതുന്ന സ്വർണമാണ് ഇയാളുടെ സാന്നിധ്യത്തിലെത്തി പോലീസ് വീണ്ടെടുത്തത്. ചേർത്തല DYSP ഓഫീസിന് മുന്നിലുള്ള ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത്. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23-ന് ഉച്ചയ്ക്ക് ശേഷം ചേർത്തല നഗരത്തിലെ സഹകരണ ബാങ്കിന്റെ സായഗ്ന ശാഖയിൽ 25.5 ഗ്രാം സ്വർണം സെബാസ്റ്റ്യന് സഹായി മനോജ് പണയം വെച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 24-ന് ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2 പവനോളവും സ്വർണം പണയം വെച്ചു. ജൈനമ്മയെ കൊന്ന ശേഷം ആഭരണങ്ങൾ കൈക്കലാക്കിയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ ഉറ്റ സുഹൃത്തായ ഓട്ടോ ഡ്രൈവർ കൂടിയായ ഈ മനോജിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ജൈനമ്മയ്ക്കായി ആരംഭിച്ച അന്വേഷണമാണ് ഒടുക്കം സെബാസ്റ്റ്യന്റെ വീട്ടുമുറ്റത്തെത്തിയത്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണെന്നായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന് ആദ്യമുണ്ടായിരുന്ന നിഗമനം. തലയോട്ടിയുടെയും തുടയെല്ലിൻ്റെയും ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത്. ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും കാണാതായ ഐഷയ്ക്ക് ഒരു വെപ്പുപല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപ്പിട്ടിരുന്നതായി സൂചനകളുണ്ട്. ജൈനമ്മയ്ക്ക് പുറമെ ബിന്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇവരുമായി ബന്ധപ്പെട്ടും DNA സൂപ്പർ ഇമ്പോസിഷൻ പരിശോധനയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ DNA ഫലം വരുമ്പോഴേ ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണമാകൂ. ഈ സാഹചര്യത്തിലാണ് ഇതേ വീട്ടുവളപ്പിൽ തന്നെ ഇനിയും അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. ഇതോടെയാണ്
കാണാതായ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് ബന്ധമുള്ളതായുള്ള സംശയം പോലീസിനുണ്ടായത്. സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുകയാണ് സെബാസ്റ്റിന്റെ രീതി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തട്ടിയെടുക്കുന്ന കോടികൾ വിവിധ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്നതായും പലപ്പോഴും ആ പണം പിൻവലിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാന്യനായ വ്യക്തിയായാണ് നാട്ടിൽ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്. സൗഹൃദക്കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്നായിരുന്നു സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്. വസ്തു ഇടപാടുകളും ഇടനിലയും ഒക്കെയായിരുന്നു സെബാസ്റ്റ്യൻ്റെ തൊഴിലുകൾ. ഇതിൻ്റെ ഭാഗമായാണ് ഇയാൾ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നത് എന്നാണ് സൂചന. 2006 47 വയസ്സുള്ള ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതായത്. കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിച്ചു വരികയായിരുന്നു ബിന്ദു. കോടികളുടെ സ്വത്തിനുടമയായ ബിന്ദു MBA ബിരുദധാരിയായിരുന്നു. 10 വർഷം കഴിഞ്ഞ് 2017 ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. പരാതി ലഭിക്കാനുണ്ടായ കാലതാമസം പോലീസിന് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിനോടകം ബിന്ദുവിൻ്റെ സ്വത്ത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്ത് മറച്ചുവിറ്റതായി പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. 2012 മെയ് 13 54-കാരിയായ ഐഷയെ കാണാതാകുന്നത്. വീടിനോട് ചേർന്ന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. സമീപവാസിയായ സ്ത്രീ വഴിയായിരുന്നു സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായത്. ബാങ്കിൽ പോകുന്നെന്ന് പറഞ്ഞാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ഇവരുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുയർന്ന സംശയങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഐഷ ഒറ്റയ്ക്കായിരുന്നു താമസം. ഈ സ്ത്രീക്ക് സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2020 ഒക്ടോബറിലായിരുന്നു സിന്ധുവിനെ കാണാതായത്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പ് അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സിന്ധു പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തട്ടെന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് ദൈവമേ. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ മേലയിച്ചരാ. ഞങ്ങൾക്ക് എൻ്റെ മകളൊന്നും എവിടെയെങ്കിലും ഉണ്ടെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. ആർത്തുങ്കൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷമായിരുന്നു സിന്ധു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവർ ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇവർ എങ്ങോട്ടാണ് പോയതെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഇതിനിടെ തന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ടെന്നറിയിച്ച് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി ചേർത്തല നഗരസഭയിലെ ശാസ്താംകവല സ്വദേശിനി റോസമ്മ രംഗത്തെത്തി. ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു റോസമ്മ. തൻ്റെ അയൽവാസിയായ ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നും റോസമ്മ തറപ്പിച്ചു പറയുന്നു. തൻ്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തുവിൽപ്പനയുടെ കാര്യം പറഞ്ഞ് ഇയാൾ അടുത്തുകൂടി വിവാഹാലോചന നടത്തിയത് എന്നവർ പറയുന്നു. ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതോടെ ഇയാൾ പിന്നീട് എത്തിയിട്ടില്ലെന്നും റോസമ്മ പറയുന്നു. സെബാസ്റ്റ്യനെ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെത്തിച്ച് തെളിവെടുപ്പ് തുടരുകയാണ് പോലീസ്. പരിശോധനയിൽ വീടിനുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി 6 അസ്ഥികഷണങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആരുടേതാണെന്ന ചോദ്യത്തിനാണ് പോലീസ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടുന്നത്. വീടിൻ്റെ സമീപത്തെ മരത്തിൽ നിന്നും കൊന്ത കണ്ടെത്തി. കൂടാതെ പരിശോധനയിൽ ലേഡീസ് ബാഗും വസ്ത്രവും കണ്ടെടുത്തിട്ടുണ്ട്. വീടിന് പിന്നിലെ കുളത്തിലും പോലീസ് പരിശോധന തുടരുകയാണ്. കുളം വറ്റിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിലും വീടിന് സമീപത്ത് നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു. വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ബാക്കി എല്ലാ മുറികളും ടൈലിട്ടതാണ്. ബിന്ദു പത്മനാഭനെ കാണാതായി എന്ന് പറയുന്ന കാലത്ത് തന്നെയാണ് ഇയാൾ വീടിനകത്തെ ഒരു മുറിയിൽ ടൈൽ ഇളക്കി മാറ്റി ഗ്രാനൈറ്റ് പാകിയത്. കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തതോടെ ഇയാൾ സീരിയൽ കില്ലറാണോ എന്ന തരത്തിലുള്ള സംശയമാണ് പോലീസിനുള്ളത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയനിഴലിലാണെങ്കിലും ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. മറ്റു 2 പേരുടെയും കാര്യം അറിയില്ലെന്നാണ് സെബാസ്റ്റ്യൻ ഇപ്പോഴും ഗൂഢമായി ചിരിച്ചുകൊണ്ട് പോലീസിനോട് പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.